നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും ഒരു പുതിയ ജില്ലയുടെ ചർച്ച സജീവമാവുകയാണ്. മൂവാറ്റുപുഴ ജില്ല വേണമെന്ന ആവശ്യം വർഷങ്ങളായി നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രി അതിനോട് അനുകൂലമായി പ്രതികരിച്ചതോടെ വിഷയം വീണ്ടും ചർച്ചയിലെത്തി. എന്നാൽ ഇതിന് പിന്നാലെ ഉയർന്ന മറ്റൊരു ചോദ്യം ഇതാണ്: മൂവാറ്റുപുഴയ്ക്ക് ജില്ല അനുവദിക്കുന്നതാണെങ്കിൽ മലപ്പുറത്ത് എന്തുകൊണ്ട് അവഗണിക്കണം? താനൂർ MLA PK നവാസ് ഉന്നയിക്കുന്നതും അതുതന്നെയാണ്. മൂവാറ്റുപുഴ ജില്ല അനിവാര്യമാണെങ്കിൽ അതിനേക്കാൾ അനിവാര്യമാണ് മലപ്പുറത്ത് പുതിയ ജില്ലയെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. പക്ഷേ ഇവിടെ നിന്നാണ് രാഷ്ട്രീയ ചോദ്യം ഉയരുന്നത്. മലപ്പുറം വിഭജിച്ച് തിരൂർ ജില്ല വേണമെന്ന ആവശ്യം വെറും ഭരണ സൗകര്യത്തിന്റെ പേരിലുള്ളതാണോ, അതോ മലപ്പുറത്തെ കേന്ദ്രീകരിച്ചുള്ള പ്രത്യേക രാഷ്ട്രീയ സാമൂഹിക ശക്തികളെ തൃപ്തിപ്പെടുത്താനുള്ള നീക്കമാണോ? പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ സ്വാധീനത്തെക്കുറിച്ചുള്ള ആരോപണങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഈ ആരോപണത്തിൽ എത്രത്തോളം വസ്തുതയുണ്ട്? എവിടെയാണ് രാഷ്ട്രീയ ആരോപണം തുടങ്ങുന്നത്? എവിടെയാണ് ഭരണപരമായ ന്യായം അവസാനിക്കുന്നത്? മൂവാറ്റുപുഴ ജില്ല വേണമെന്ന ആവശ്യം ഇന്നലെയോ ഇന്നോ തുടങ്ങിയതല്ല. എറണാകുളം ജില്ലയിലെ കിഴക്കൻ മേഖലയിലുള്ള ജനങ്ങൾ നേരിടുന്ന ഭരണപരമായ ബുദ്ധിമുട്ടുകളും വികസന അസന്തുലിത അവസ്ഥയും ചൂണ്ടിക്കാട്ടിയാണ് വർഷങ്ങളായി ഈ ആവശ്യം ഉയരുന്നത്. എറണാകുളം നഗരത്തെ കേന്ദ്രീകരിച്ചുള്ള വികസനം മലയോര മേഖലയിലേക്ക് വേണ്ടത്ര എത്തുന്നില്ലെന്നാണ് പ്രദേശത്തെ പ്രധാന പരാതി. മൂവാറ്റുപുഴ കേന്ദ്രീകരിച്ച് പുതിയ ജില്ല രൂപീകരിച്ചാൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാകുമെന്നാണ് ജനപ്രതിനിധികളുടെ വാദം. ഇതിനിടെയാണ് മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടൻ ആവശ്യം മുഖ്യമന്ത്രിക്ക് മുന്നിൽ ഉന്നയിക്കുന്നത്. മുഖ്യമന്ത്രി അതിനോട് അനുകൂലമായി പ്രതികരിക്കുകയും ചെയ്തു. പ്രത്യേക കമ്മീഷനെ നിയമിക്കുന്ന കാര്യം സർക്കാർ ആലോചിക്കുന്നുവെന്ന സൂചനയും ലഭിച്ചു. ഇതോടെ മൂവാറ്റുപുഴ ജില്ല എന്ന ആവശ്യം വീണ്ടും ശക്തമായി. ഇവിടെയാണ് PK നവാസിന്റെ പ്രസ്താവന ശ്രദ്ധേയമാകുന്നത്. 2011 സെൻസസ് പ്രകാരം എറണാകുളം ജില്ലയ്ക്ക് ഏകദേശം 32 ലക്ഷം ജനസംഖ്യയും മലപ്പുറത്തിന് 41 ലക്ഷത്തിലധികം. മലപ്പുറത്തിന്റെ വിസ്തീർണം ഏകദേശം 3550 ചതുരശ്ര കിലോമീറ്റർ. ജനസാന്ദ്രതയും ഉയർന്നതാണ്. അതുകൊണ്ട് തന്നെ മൂവാറ്റുപുഴ ജില്ല രൂപീകരിക്കുന്നതിന് ഭരണപരമായ ന്യായമുണ്ടെങ്കിൽ മലപ്പുറം വിഭജിക്കുന്നതിനും അതേ ന്യായം ബാധകമാണെന്നാണ് PK നവാസിന്റെ വാദം. അദ്ദേഹത്തിന്റെ നിലപാട് വളരെ വ്യക്തമാണ്. അദ്ദേഹം ഏത് ജില്ല വേണമെന്നതല്ല വിഷയം, ആവശ്യമുണ്ടെങ്കിൽ രണ്ടും വേണം. അങ്ങനെയാണ് ഇപ്പോൾ ചർച്ച തിരൂർ ജില്ലയിലേക്കും എത്തുന്നത്. മലപ്പുറം വിഭജിച്ച് തിരൂർ ജില്ല രൂപീകരിക്കുക കേൾക്കുമ്പോൾ ഇതൊരു സാധാരണ ഭരണപരമായ ആവശ്യം പോലെ തോന്നാം. പക്ഷേ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മലപ്പുറം എന്ന ജില്ലയ്ക്ക് പ്രത്യേക രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ജനസംഖ്യ, നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം, പ്രാദേശിക രാഷ്ട്രീയ സ്വാധീനം, മുസ്ലിം ലീഗിന്റെ ശക്തമായ രാഷ്ട്രീയ സാന്നിധ്യം, ഇതിനൊപ്പം വിവിധ മുസ്ലിം സാമൂഹിക മതസംഘടനകളുടെ സ്വാധീനം, ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ മലപ്പുറം വിഭജനം ഒരു സാധാരണ ഭരണപരിഷ്കാരം മാത്രമായി കാണാമോ എന്ന ചോദ്യവും ഉയരും. അതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ വിമർശനത്തിന്റെ അടിസ്ഥാനം. ജമാഅത്തെ ഇസ്ലാമി എവിടെയാണ് വരുന്നത്? ഇവിടെയാണ് ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ചുള്ള രാഷ്ട്രീയ ചർച്ച ആരംഭിക്കുന്നത്. കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് ചില മേഖലകളിൽ സാമൂഹിക രാഷ്ട്രീയ സ്വാധീനമുണ്ടെന്നാണ് വിവിധ രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ. അതേസമയം ഒരു കാര്യം വ്യക്തമാകണം: മലപ്പുറം വിഭജിച്ച് തിരൂർ ജില്ല രൂപീകരിക്കാനുള്ള നീക്കം ജമാഅത്തെ ഇസ്ലാമിയെ പ്രീതിപ്പെടുത്താനാണ് എന്നതിന് ഇപ്പോൾ ഔദ്യോഗികമായി തെളിയിക്കപ്പെട്ട തെളിവില്ല. അതൊരു രാഷ്ട്രീയ ആരോപണം മാത്രമാണ്. പക്ഷേ ചോദ്യം ചോദിക്കാനുള്ള അവകാശം രാഷ്ട്രീയത്തിനുണ്ട്. ഒരു പ്രത്യേക പ്രദേശത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക ഘടനയെ പരിഗണിച്ചാണോ പുതിയ ഭരണകേന്ദ്രം രൂപീകരിക്കാനുള്ള നീക്കം? അങ്ങനെയാണെങ്കിൽ ആരാണ് അതിന്റെ ഗുണഭോക്താക്കൾ? പുതിയ ജില്ല വന്നാൽ ആരുടെ രാഷ്ട്രീയ സ്വാധീനം വർദ്ധിക്കും? ആരാണ് പുതിയ ഭരണകേന്ദ്രത്തിന്റെ കൂടുതൽ സ്വാധീനം നേടുക? ഈ ചോദ്യങ്ങളാണ് ഇപ്പോൾ രാഷ്ട്രീയ വിമർശനത്തിന്റെ ഭാഗമാകുന്നത്. മലപ്പുറം എന്ന് പറയുമ്പോൾ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ സ്വാധീനം ഒഴിവാക്കാനാകില്ല. തിരൂർ, താനൂർ, കോട്ടയ്ക്കൽ, കൊണ്ടോട്ടി, മലപ്പുറം തുടങ്ങിയ നിരവധി മേഖലകളിൽ മുസ്ലിം ലീഗിന് ശക്തമായ രാഷ്ട്രീയ അടിത്തറയുണ്ട്. അതിനാൽ മലപ്പുറം വിഭജിച്ച് പുതിയ ജില്ല രൂപീകരിക്കുന്ന സാഹചര്യം വന്നാൽ അതിന്റെ രാഷ്ട്രീയ പ്രതിഫലനം എന്തായിരിക്കുമെന്ന ചോദ്യം സ്വാഭാവികമാണ്. പുതിയ ജില്ലാ ആസ്ഥാനം, പുതിയ സർക്കാർ ഓഫീസുകൾ, പുതിയ ഭരണ സംവിധാനങ്ങൾ, പുതിയ പ്രാദേശിക അധികാര കേന്ദ്രങ്ങൾ, ഇതെല്ലാം രാഷ്ട്രീയ സ്വാധീനത്തെയും ബാധിക്കും. അതുകൊണ്ട് തന്നെ ജില്ലാ വിഭജനം ഭരണ സൗകര്യത്തിന് മാത്രമാണോ എന്ന ചോദ്യം രാഷ്ട്രീയമായി പ്രസക്തമാണ്. ഇതിനൊപ്പം മറ്റൊരു സാധ്യത കൂടി പരിഗണിക്കേണ്ടതുണ്ട്. മൂവാറ്റുപുഴ ജില്ല രൂപീകരിക്കുന്നതിന് സർക്കാർ ഔദ്യോഗികമായി മുന്നോട്ടു പോയാൽ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് സമാന ആവശ്യങ്ങൾ ഉയർന്നേക്കാം. അതിൽ ഈരാറ്റുപേട്ട കേന്ദ്രീകരിച്ചുള്ള ജില്ലാ ആവശ്യം ഉയരാനുള്ള സാധ്യതയും രാഷ്ട്രീയമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇതിപ്പോൾ ഒരു സാധ്യത മാത്രമാണ്. പക്ഷേ ഒരു പ്രദേശത്തിന് പുതിയ ജില്ല എന്ന ആവശ്യം പരിഗണിക്കപ്പെടുമ്പോൾ മറ്റു പ്രദേശങ്ങൾക്കും അതേ അവകാശം ഉന്നയിക്കാൻ സ്വാഭാവികമായും അവസരം ലഭിക്കും. അപ്പോൾ സർക്കാർ ഒരു വലിയ ചോദ്യത്തിന് മുന്നിലാകും. എന്താണ് ജില്ലാ രൂപീകരണത്തിനുള്ള മാനദണ്ഡം? ജനസംഖ്യയോ, വിസ്തീർണമോ, ഭരണ സൗകര്യമോ, വികസന പിന്നാക്കാവസ്ഥയോ, അല്ലെങ്കിൽ രാഷ്ട്രീയ ആവശ്യകതയോ? കണക്കുകളുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കണം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജില്ലാ വിഭജനമാണെങ്കിൽ വ്യക്തമായ മാനദണ്ഡം വേണം. മൂവാറ്റുപുഴയ്ക്ക് ഒരു മാനദണ്ഡം, മലപ്പുറത്തിന് മറ്റൊരു മാനദണ്ഡം.
നെയ്യാറ്റിൻകരയ്ക്ക് മറ്റൊരു മാനദണ്ഡം ഇങ്ങനെ പാടില്ല. ഒരേ മാനദണ്ഡം എല്ലാവർക്കും ബാധകമാകണം. അല്ലെങ്കിൽ ജില്ല പുനഃസംഘടന ഭരണമായ തീരുമാനമല്ലാതെ രാഷ്ട്രീയ ഇടപാടായി മാറുമെന്ന വിമർശനവും ശക്തമാകുന്നുണ്ട്. അതുകൊണ്ടാണ് പ്രത്യേക കമ്മീഷൻ എന്ന നിർദ്ദേശം പ്രധാനമാകുന്നത്. കമ്മീഷൻ കണക്കുകൾ പരിശോധിക്കട്ടെ, ഭരണസൗകര്യം പരിശോധിക്കട്ടെ, ജനസംഖ്യ പരിശോധിക്കട്ടെ, ഭൂമിശാസ്ത്രം പരിശോധിക്കട്ടെ, സാമ്പത്തിക ബാധ്യത പരിശോധിക്കട്ടെ. അതിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കട്ടെ. ഞങ്ങൾക്കും അതേ മാനദണ്ഡം ബാധകമല്ലേ? തിരൂർ ചോദിക്കും, നെയ്യാറ്റിൻകരയും ചോദിക്കും, ഈരാറ്റുപേട്ട ചോദിച്ചേക്കാം. ഒരു ജില്ലയ്ക്ക് ശേഷം അടുത്തത്. ഇതാണ് സർക്കാരിന്റെ മറ്റൊരു വെല്ലുവിളി. മൂവാറ്റുപുഴ ജില്ല അനുവദിച്ചു എന്ന് കരുതുക. അപ്പോൾ മലപ്പുറം ചോദിക്കും, ഞങ്ങൾക്കും അതേ മാനദണ്ഡം ബാധകമല്ലേ എന്ന്. തിരൂർ ചോദിക്കും, നെയ്യാറ്റിൻകര ചോദിക്കും, ഈരാറ്റുപേട്ടയും ചോദിച്ചേക്കാം. മറ്റു പ്രദേശങ്ങളും ആവശ്യമായ രംഗത്തെത്താം. അപ്പോൾ കേരളത്തിൽ ജില്ലകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള വലിയ ചർച്ച തന്നെ ആരംഭിക്കും. അതുകൊണ്ട് സർക്കാർ ഒരു ഒറ്റപ്പെട്ട തീരുമാനം എടുക്കുന്നതിന് പകരം സംസ്ഥാനതല നയം കൊണ്ടുവരേണ്ടി വരും. ഇവിടെയാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യം ശക്തമാകുന്നത്. ഒരു പുതിയ ജില്ല വന്നാൽ അതിന്റെ രാഷ്ട്രീയ നേട്ടം ആർക്കാണ്? പുതിയ ജില്ലയുടെ ആസ്ഥാനം തീരുമാനിക്കുന്നത് ആരാണ്? പുതിയ ഭരണകേന്ദ്രത്തെ നിയന്ത്രിക്കുന്നത് രാഷ്ട്രീയ ശക്തി ആരായിരിക്കും? പുതിയ വികസന പദ്ധതികളുടെ മുൻഗണനകൾ തീരുമാനിക്കുന്നത് ആരായിരിക്കും? ഇതെല്ലാം രാഷ്ട്രീയമായി വലിയ വിഷയങ്ങളാണ്. അതുകൊണ്ട് തന്നെ ജില്ലാ വിഭജനം പ്രഖ്യാപിക്കുമ്പോൾ ഭരണസൗകര്യം മാത്രം പറഞ്ഞാൽ പോരാ. സുതാര്യമായ മാനദണ്ഡവും വിശദമായ പഠനവും വേണം. ഇവിടെയാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. ജമാഅത്തെ ഇസ്ലാമിയെ പ്രീതിപ്പെടുത്താനാണ് ജില്ല വിഭജിക്കുന്നതെന്ന് ആരെങ്കിലും ആരോപിക്കുന്നുവെങ്കിൽ അതിന് തെളിവ് വേണം. ആരാണ് ആവശ്യപ്പെട്ടത്? ഏത് രേഖയിലാണ് ഈ ആവശ്യം വന്നത്? സർക്കാരിന്റെ ഏത് തീരുമാനമാണ് അതുമായി ബന്ധിപ്പിക്കാനാകുന്നത്? ആരുമായി ചർച്ച നടത്തി? എന്ത് രാഷ്ട്രീയ ധാരണയാണ് ഉണ്ടായത്? ഇത്തരം ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരമില്ലെങ്കിൽ അത് രാഷ്ട്രീയ ആരോപണം മാത്രമായി തുടരും. പക്ഷേ അതേസമയം അത്തരം ആരോപണങ്ങൾ ഉയരാതിരിക്കാനുള്ള ഉത്തരവാദിത്വവും സർക്കാരിനുണ്ട്. അതുകൊണ്ട് തന്നെ ജില്ലാ രൂപീകരണത്തിന്റെ മാനദണ്ഡങ്ങളും നടപടികളും സുതാര്യമായിരിക്കണം. UDF മുന്നിലുള്ള പരീക്ഷണം. PK നവാസ് തന്റെ പ്രസ്താവനയിൽ പറയുന്നത് UDF സർക്കാരിന് പുതിയ ജില്ലകളുടെ ആവശ്യം നടപ്പാക്കാൻ കഴിയുമെന്നാണ്. പക്ഷേ ഇവിടെ സർക്കാരിന്റെ യഥാർത്ഥ പരീക്ഷണം തുടങ്ങുകയാണ്. മൂവാറ്റുപുഴയ്ക്ക് അനുകൂലമായി പ്രതികരിച്ചാൽ മലപ്പുറത്തിന്റെ ആവശ്യം എങ്ങനെ കൈകാര്യം ചെയ്യും? മലപ്പുറം വിഭജിക്കണമെന്ന ആവശ്യം അംഗീകരിച്ചാൽ തിരൂർ എവിടെ വരും? തിരൂർ വന്നാൽ ഈരാറ്റുപേട്ടയുടെ ആവശ്യം ഉയർന്നാൽ എന്തു ചെയ്യും? നെയ്യാറ്റിൻകരയുടെ ആവശ്യം എന്താകും? അങ്ങനെ നോക്കുമ്പോൾ ഒരു മുഖ്യമന്ത്രിയുടെ ഒരു അനുകൂല പ്രതികരണം പോലും വലിയ രാഷ്ട്രീയ പ്രതീക്ഷകൾക്ക് തുടക്കമിടുകയാണ്. കേരളത്തിന് പുതിയ ജില്ലകൾ ആവശ്യമുണ്ടോ? തീർച്ചയായും അത് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കേണ്ട വിഷയമാണ്. മൂവാറ്റുപുഴയുടെ ആവശ്യം പരിശോധിക്കണം. മലപ്പുറം വിഭജനവും പരിശോധിക്കണം. തിരൂർ, നെയ്യാറ്റിൻകര, ഈരാറ്റുപേട്ട തുടങ്ങിയ പ്രദേശങ്ങളുടെ ആവശ്യങ്ങളും ഒരേ മാനദണ്ഡത്തിൽ പരിശോധിക്കണം. പക്ഷേ അതിനൊപ്പം ഒരു രാഷ്ട്രീയ ചോദ്യം കൂടി അവശേഷിക്കും. ജില്ലാ വിഭജനം ഭരണ സൗകര്യത്തിനായാണോ അതോ രാഷ്ട്രീയ സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള പുതിയ അധികാര വിന്യാസമാണോ? മലപ്പുറം വിഭജനത്തിന് പിന്നിൽ വെറും ഭരണപരമായ കണക്കുകളാണോ അതോ ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള പ്രത്യേക രാഷ്ട്രീയ സാമൂഹിക വിഭാഗങ്ങളെ പ്രീതിപ്പെടുത്താനുള്ള നീക്കമാണെന്ന ആരോപണത്തിന് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? ഇതിനിപ്പോൾ അന്തിമ ഉത്തരമില്ല. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്. ഒരു പുതിയ ജില്ല രൂപീകരിക്കുന്ന തീരുമാനം ഇനി ഒരു ഭരണപരമായ തീരുമാനം മാത്രമായിരിക്കില്ല. അത് കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തെയും സ്വാധീനിക്കാൻ സാധ്യതയുള്ള തീരുമാനമായിരിക്കും. അതിനാൽ സർക്കാർ തീരുമാനിക്കേണ്ടത് വ്യക്തമാണ്. രാഷ്ട്രീയ താൽപര്യങ്ങളല്ല, കണക്കുകളും ഭരണ സൗകര്യവും സുതാര്യമായ മാനദണ്ഡങ്ങളും അടിസ്ഥാനമാക്കിയാകണം പുതിയ ജില്ലകളുടെ രൂപീകരണം. അല്ലെങ്കിൽ പുതിയ ജില്ലയോ പുതിയ രാഷ്ട്രീയ അധികാര കേന്ദ്രമോ എന്ന ചോദ്യം കേരളത്തിൽ വീണ്ടും വീണ്ടും ഉയർന്നുകൊണ്ടേയിരിക്കും. ഇത്തരം പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്തകളും പിന്നിലെ രാഷ്ട്രീയ നീക്കങ്ങളും വിശദമായി അറിയാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്താനും മറക്കരുത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.